ഹലോ, ഇന്ന് നമുക്ക് ചിക്കൻ ചീസ് പാസ്ത ഉണ്ടാക്കി നോക്കാം. സോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓഫ് കോഴ്സ് ചിക്കൻ വേണം, പിന്നെ മോസുറല്ല ചീസ് വേണം. അല്ലാതെ 2 ചീസ് ഷീറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഒനിയൻ ഫൈനലി ചോപ്ഡ് ആണ്. പിന്നെ ഇത് പെപ്പർ പൗഡർ, ഒറിഗനോ, ചില്ലി ഫ്ലേക്സ്, ഗാർലിക് ചെറിയതായിട്ട് ഫൈനലി ചോപ്ഡ്. ദെൻ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം, ചിലപ്പോൾ 3 എണ്ണം യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനായിട്ടാണ്. ഇതാണ് നമ്മുടെ പെൻ പോലെ ഇരിക്കുന്ന നമ്മുടെ വാട്ട് ഈസ് ദിസ് പാസ്ത. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീറോ. ഇന്നത്തെ ഹീറോ ഈസ് ഗോയിങ് ടു മേക്ക് പാസ്ത ഫോർ യു. So these are our beautiful ingredients. So let us do a magic with all these ingredients. ഇതിപ്പോൾ ഞാൻ വെള്ളം ബോയിൽ ചെയ്യുവാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് ടൊമാറ്റോ പ്യൂരേക്ക് വേണ്ടിയുള്ള ടൊമാറ്റോ അതിനകത്ത് ഇടാൻ പോവാണ്. സ്ലോലി, തെറിക്കരുത് കയ്യിൽ, തീ കുറച്ച് വെച്ചോളൂ. സോ ഇത് തോല് കളയാൻ വേണ്ടിയാണ് തിളച്ച വെള്ളത്തിലിടുന്നത്. ഓക്കെ, സോ തീ കൂട്ടി വെക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തോല് റിമൂവ് ചെയ്തിട്ട് പ്യൂരി ഉണ്ടാക്കുന്നതിനാണ് ഞാൻ കാണിച്ചു തരാം. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് എൻ്റെ തോല് ഉരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും തക്കാളിയുടെ തോല് ഉരിക്കുന്നത്. സോ ഞാൻ വെറുതെ ഡയലോഗ് അടിക്കണ്ട. ഓക്കെ, തിളച്ച് തോലൊക്കെ പീലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആറാൻ വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് തോല് പീൽ ചെയ്തിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാം. തക്കാളി തണുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ സ്കിന്ന് പീൽ ചെയ്യാം. തണുത്ത കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ പീൽ ചെയ്ത് പോരും കേട്ടോ. ഇതുപോലെ 4 തക്കാളിയുടെയും തോലെടുക്കണം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ച് പ്യൂരി ആക്കി എടുക്കാം. ഒരു പാൻ വെച്ച് ഞാൻ അതിൽ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ നമുക്ക് ചെറുതായിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. പതുക്കെ കുറച്ച് ഉപ്പിടാം, കുറച്ചിട്ടാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ. ചിക്കൻ ഒരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗാർലിക് ചേർക്കാം. നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇച്ചിരി ഗാർലിക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. എനിക്ക് ഗാർലിക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ടൊമാറ്റോ പ്യൂരി ഒഴിക്കാം. ഇത് കാണാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ ചിക്കൻ റോസ്റ്റ് ആയി അതൊരു നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ആക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 2 കപ്പ് വെള്ളം. ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ്, നമ്മൾ ഷീറ്റ് ചീസ് വെച്ചിരുന്നില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുക. നല്ലൊരു ക്രീമി ടേസ്റ്റ് വരും, ടെക്സ്ചറും വരും പാസ്തയ്ക്ക്. ആണ് ആക്ച്വലി നമ്മുടെ താരം പിസ്സയുടെ ചീസിന്റെ ഒക്കെ ഒറിഗാനോ. ഇതിട്ട് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്, അപ്പോഴേക്കും ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ വരും. എനിക്ക് ഒറിഗാനോയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ പിസ്സ കഴിക്കുന്നത് തന്നെ ഒറിഗാനോയുടെ സ്മെല്ലിന് വേണ്ടിയാണ്. ഐ ലൈക്ക് ചീസ്, ഒറിഗാനോ, like that. ബോയിൽ ആയിട്ടുണ്ട്. നമുക്ക് പാസ്ത ചേർക്കാം. ഞാനിത് കഴുകിയതാണ് കേട്ടോ.
പാസ്ത ചേർത്തു നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതൊരു 15 മിനിറ്റ്സ് കുക്കാകട്ടെ. നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം തിളയ്ക്കുന്നുണ്ടോ. ഓക്കെ, ഇറ്റ്സ് ഇൻ ഗുഡ് കണ്ടീഷൻ, സോ വി ക്യാൻ ക്ലോസ് അഗൈൻ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. നിങ്ങൾക്ക് വേണ്ട സ്പൈസിൻ്റെ അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. എനിക്കിഷ്ടമാണ് സ്പൈസ്. സോ നമുക്ക് നമ്മുടെ മോസറല്ല ഷെഡാർ ചീസ് കുറച്ചിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചീസിൽ മുങ്ങി കുളിച്ച് കിടക്കുന്ന പാസ്ത ഇങ്ങനെ അലിയണം. ചീസ് ഇതിന് ടോപ്പിംഗ് ചെയ്യാം. ചീസിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അത്രയ്ക്ക് ചീസ് ചേർക്കാം. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ചീസ് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഡെയിലി കഴിക്കുന്ന ഫുഡ് അല്ലാത്തതുകൊണ്ട് സോ യു ക്യാൻ ആഡ് ചീസ് ഹൗ മച്ച് യു വാണ്ട് ആൻഡ് അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. ഓക്കെ, ഒറിഗാനോ ഓൾസോ അങ്ങനെ തന്നെയാണ്. സോ അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ് യു ക്യാൻ ആഡ്. ഞാൻ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കിങ്ങനെ അരിഞ്ഞൊരു ടെക്സ്ചർ കിട്ടിയേ. ഇത് നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. സോ നമ്മളുടെ ജ്യൂസി പാസ്ത ഈസ് റെഡി. ഇത് ടെക്സ്റ്റ് എനിക്ക് കുറച്ച് ജ്യൂസി ആയിട്ടുള്ളതാണ്. നൂഡിൽസ് ആണെങ്കിലും പാസ്ത ആണെങ്കിലും ഇഷ്ടം. സോ ഇതാണ് നമ്മുടെ പാസ്ത. യോഫീവാണ്. സെർവിങ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് കാണിക്കാം. Juicy, tasty pasta is ready. Okay, different language mixing, it's a problem for me. So this is a chicken cheese pasta. So try ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ, കമൻറ്റ് ഇടൂ. ഓക്കെ, ഞാൻ കുറച്ച് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. എനിക്കിങ്ങനെ ചീസി ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇത്ര ചില്ലി ചേർക്കണ്ട. എനിക്ക് പക്ഷേ കുറച്ച് ഇങ്ങനെ ചില്ലി ഉള്ളതാണ് ഇഷ്ടം. ഓക്കെ, ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 250 ഗ്രാം. സോ നിങ്ങൾക്ക് വീട്ടിൽ മെമ്പേഴ്സിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയതിൽ ரொம்ப സന്തോഷം. താങ്ക് യു സോ മച്ച്. സോ ഈ പുള്ളിയാണ് കുക്ക് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുള്ളി അറിയിക്കൂ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് റെഡി ടു ഈറ്റ്.